ഇന്ന് സൺഡേ ആയതുകൊണ്ട് അധികം നേരത്തെ ഒന്നും എണീക്കാതെ ഏകദേശം ഒരു 8:30 മണിക്ക് അങ്ങനെ എണീറ്റ് ബെഡൊക്കെ വിരിച്ച് ജനലും തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ബാൽക്കണിയിൽ നിന്നിട്ട് ഉള്ള ഒരു കാഴ്ചയാട്ടോ ഇത്. ശനിയാഴ്ചത്തെ നല്ല മഴയിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞോ നോക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പോയത്. പിന്നെ നേരെ ബ്രഷ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞതേ പുറത്ത് ബ്രഷ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയത്. അമ്മ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയിട്ട് പൂരി ചുടാമെന്നും പറഞ്ഞ് അമ്മ പൂരി പരത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പൂരിയൊക്കെ ചുട്ടെടുത്തു. അങ്ങനെ പൂരിയും കറിയും ഒക്കെ ആയി. ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പോയിട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടായി. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടും കട്ട് ചെയ്ത് ഞാനും ഐനൂസും കൂടി അങ്ങ് കഴിച്ചു കേട്ടോ. സാധാരണ ഉള്ളതിനെക്കാട്ടും നല്ല മധുരം ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്. അത് കഴിഞ്ഞ് ഐനൂസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാമുവിൻ്റെ കോള് വന്നത്, മോൻ്റെ ബർത്ത്ഡേ പ്രോഗ്രാമിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ റെഡിയായി അങ്ങോട്ടേക്ക് പോയേ. ഞങ്ങളവിടെ എത്തിയത് ഏകദേശം റൈറ്റ് ടൈം തന്നെയായിരുന്നു. കേക്ക് കട്ടിങ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്കിത ഒഴിച്ച് ഞാൻ, മുൻഷ, നീലിമ നമുക്ക് 3 പേർക്കും ഇതിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്കിതക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് ഒത്തുകൂടിയത്. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആട്ടോ ഞങ്ങളിങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കയറാറുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ സമയത്തിന് നമ്മുടെ സൗകര്യം പോലെ എടുക്കാമല്ലോ, അതിനുശേഷം വെയിറ്റ് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ടാട്ടോ അങ്ങനെ നമ്മളെപ്പോഴും ലാസ്റ്റ് പോയിട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കൂടിയിട്ട് കേക്ക് സെർവ് ചെയ്യേണ്ട ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളും അവിടെ കുറച്ച് നേരം ഇരുന്ന് കേക്കൊക്കെ സമാധാനമായിട്ട് കഴിച്ചിട്ട് പിന്നെയാണ് ഫുഡിൻ്റെ പരിപാടിയിലേക്ക് പോയത്. പിന്നെ ഇതുപോലുള്ള അൺഎക്സ്പെക്റ്റഡ് വീഡിയോസ് ആരുടേതായാലും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എടുത്തിട്ട് പിന്നീട് ട്രോളാനുള്ള വകുപ്പാക്കി മാറ്റി വെക്കുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല അടിപൊളി ബിരിയാണിയും പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് പൊക്കോണ്ടിരുന്ന ഞാനാണ്. പക്ഷേ ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകും കേട്ടോ. പിന്നെ ഒന്നും നോക്കൂല. സദ്യനേക്കാളും എനിക്കെന്നും ഇഷ്ടം ബിരിയാണി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇട്ട ബിരിയാണിയൊക്കെ മുഴുവനായിട്ട് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി പോകുമ്പോഴാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് ഞങ്ങളെ വീഡിയോസ് എടുത്തില്ലേ എന്നും പറഞ്ഞ് ചുമ്മാ എന്നെ ഒന്ന് ചൂടാക്കിയതാട്ടോ. അപ്പോൾ പിന്നെ ഇവരെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഇവരുടെ വീഡിയോ പിന്നെ ഞാനങ്ങ് എടുക്കുമ്പോഴാണ് ഇവർ പറഞ്ഞത് അയ്യോ വേണ്ടായേ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അകത്ത് കയറി പിന്നെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വേറൊരു പരിപാടിയുണ്ട്. ഒന്നുമല്ല, എനിക്ക് കൊളാബ് കിട്ടിയ ഒരു സാരിയായിരുന്നു. ഇൻസ്റ്റാഗ്രാം പേജായ ഭൂമി സാരീസിന് ഒരു സാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ സാറ്റർഡേ സൺഡേസും ഇത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും നല്ല മഴയുണ്ടാവുക. പിന്നെ ഈ ഒരു സൺഡേ മഴയൊക്കെ കുറഞ്ഞ് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം റെഡി ആയിട്ട് നേരെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ടാട്ടോ ആ ഒരു വീഡിയോസൊക്കെ എടുത്തത്. എൻ്റെ മോൻ തന്നെയാട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറുള്ളത്. അങ്ങനെ ഞങ്ങളതേ അതും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. പിന്നെ നൈറ്റിലേക്ക് പാസ്തയൊക്കെ ഉണ്ടാക്കി അതും കഴിച്ച് നേരെ അങ്ങ് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ സൺഡേയിലെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.